ഹലോ, നിങ്ങൾക്കൊരുപാട് സ്നേഹം വേണം, നിങ്ങൾക്കൊരുപാട് റെസ്പെക്റ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾക്ക് നിങ്ങളോട് ശരിക്കും ഒരു സെൽഫ് ലവ് ഉണ്ടോ? നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നാലും, ആരും നിങ്ങളെ മനസ്സിലാക്കാതിരുന്നതായാലും, റിജക്ഷൻസ്, ഗിൽട്ട്, ഷെയും, ഫിയർ, ഹേർട്ട്, ഇത് എന്തൊക്കെ ആയാലും നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ അർഹരാണ്. നമ്മൾ നമ്മെ സ്നേഹിക്കാത്തപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം നമ്മൾ യാചിക്കാൻ തുടങ്ങും. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ വാലിഡേഷന് വേണ്ടി ജീവിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലാതാകും. സെൽഫ് ലവ് എന്ന് പറയുന്നത് സ്വയം ക്ഷമിക്കുന്നത്, സ്വയം കുറ്റപ്പെടുത്താതെ സംസാരിക്കുന്നത്, നമ്മുടെ ഇംപെർഫെക്ഷൻ നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നമ്മൾ കെയർ ചെയ്യുന്നത്, സമാധാനത്തോടെ തന്നെ നോ പറയാൻ പഠിക്കുന്നത്, എല്ലാ സ്നേഹത്തിനും എല്ലാ ആരോഗ്യത്തിനും ഞാൻ അർഹയാണ് അർഹനാണ് എന്ന് നാം സ്വയം വിശ്വസിക്കുന്നത്. നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങുള്ളൂ. എല്ലാവരുടെ കയ്യിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളുടെ വൈബ്രേഷൻസ് തന്നെയുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് റെസ്പെക്റ്റും സ്നേഹവും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹീലാകുക എന്ന് പറയുന്നത് തന്നെ, അതായത് നമ്മുടെ പാസ്റ്റ് ട്രോമാസും പാസ്റ്റ് നെഗറ്റീവ് എക്സ്പീരിയൻസും ഒക്കെ നിങ്ങളാക്കാൻ നിങ്ങളെ കുറേ കൂടെ അനുഭവത്തിലും ജ്ഞാനത്തിലൊക്കെ വളർത്താൻ വേണ്ടിയാണ് നിങ്ങൾക്കുണ്ടായത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാറ്റിനേക്കാളും കൂടുതൽ നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾ തന്നെയാണ് അർഹമായ ഒരാൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഒരു സുഖപ്പെടൽ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യല്ലേ? നിങ്ങൾക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ? സെൽഫ് ലവ് എന്ന് പറഞ്ഞത് ചിലരെങ്കിലും അതിനെ തെറ്റിദ്ധരിക്കുന്നത് സ്വാർത്ഥതയാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ നമ്മെ തന്നെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ത് തന്നെ ആയിരുന്നാലും, ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ല എങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ റിജക്ഷൻസോ ഗിൽട്ടോ ഷെയിമോ ക്രിറ്റിസിസോ ഇതൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ സ്നേഹത്തിന് അർഹരാണ് സുഹൃത്തുക്കളെ. നമ്മെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആ സ്നേഹം യാചിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വാലിഡേഷന് വേണ്ടിയാകും ജീവിക്കുന്നത്. ഇപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ക്ഷമിക്കുക, സ്വയം കുറ്റപ്പെടുത്താതെ സംസാരിക്കുക, നമ്മുടെ ഇംപെർഫെക്ഷൻസ് നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നമ്മൾ നന്നായി സ്നേഹിക്കുക, ഗിൽട്ടൊന്നും ഇല്ലാതെ തന്നെ നോ പറയാൻ പഠിക്കുക, എല്ലാ സ്നേഹത്തെയും